मेहता का उल्टा चश्मा ഇതാ അവൻ തെന്നി വന്ന് നിലത്തേക്ക് കൂപ്പുകുത്തി. അപ്പോഴേക്കും അവൻ വെള്ളത്തിലേക്ക് ചാടി. കല്ലുകൾ അവനെ പിന്തുടരുകയാണ്. അയ്യോ, ഇത് വളരെ സാഹസികമായ ഒരു കളിയാണല്ലോ. തികച്ചും അത്ഭുതാവഹമായ ഒന്ന്. ഇവനിത് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ്? ഇവനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആവേശം കണ്ടിട്ട് എന്തൊക്കെയോ ഇവന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നാണ് തോന്നുന്നത്. ഇവനിത് കണ്ടിട്ട് തല കറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, എടുത്ത് വെള്ളത്തിൽ വീണ മാന്യൻ ഇനി എങ്ങനെയാണ് അവിടുന്ന് പുറത്തേക്ക് വരിക? അപ്പോ അച്ഛന്റെ തലയിടിച്ചതിനാണോ നീ ഇങ്ങനെ ചിരിക്കുന്നത്? വരൂ, ഈ ഗെയിം ഷോയിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് പങ്കെടുക്കൂ. എന്നിട്ട് നാളെ ചുംബ്രി തലയായിക്ക് വന്നു ചേരൂ. ഇന്നത്തേക്ക് ബൈ ബൈ. എന്തിനാ നിങ്ങൾ കിടന്നിങ്ങനെ അലയ്ക്കുന്നത്? എന്റെ ചെവി പൊട്ടിപ്പോയി. ഈ ടപ്പുവിന്റെ ഒപ്പം ചേർന്ന് നീയും തുടങ്ങിയോ? അതൊന്നും നടക്കില്ല. ഞാൻ തീർച്ചയായും വരില്ല. പക്ഷെ അച്ഛാ, ഫാമിലിയിലുള്ള എല്ലാവരും കമ്പൽസറി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അവരെ ക്വാളിഫൈ ചെയ്യുള്ളൂ. എനിക്കിതിലൊന്നും യാതൊരു താല്പര്യമില്ല. പക്ഷെ നമ്മളെ കുടുംബത്തിൽ ഞാൻ പറയുന്നതിന് ഒരു വിലയില്ലല്ലോ. സ്വാഗതം, സുസ്വാഗതം. ചുംബ്രി തലയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കളികൾ ഇന്നിവിടെ തുടങ്ങുവാൻ പോവുകയാണ്. ഏത് ഫാമിലിയാണോ എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്, അവരായിരിക്കും ഈ ചുംബ്രി തലയുടെ വിജയി. വന്നോളൂ, വന്നോളൂ. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജേഠാലാലിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും. മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ടീഷർട്ട് ധരിക്കണം. അത് കമ്പൽസറിയാണ്. റൂൾസ് ഒക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. ഹായ്, ഈ ടീഷർട്ട് എനിക്ക് നല്ല ചേർച്ചയുണ്ടല്ലോ. തന്റെ ഈ മോന്തയും ഈ കുടവേറും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് താനും തന്റെ ഫാമിലിയും ഈ മത്സരത്തിൽ തോറ്റുപോകുമെന്നാണ്. എന്നാ ശരി, നമുക്ക് തുടങ്ങാം ആദ്യത്തെ റൗണ്ട്. വേഗം വാ അച്ഛാ, കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാ. ഇത് വളരെ എളുപ്പമാണ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ എത്തണം. ആ താറാവിന്റെ മുകളിൽ ഇരുന്ന് വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. ഇത് എളുപ്പമല്ലേ, ഞാൻ കാണിച്ചുതരാം. ഓഹോ, അച്ഛനമ്മയും വന്നോ, വേഗം വാ. ഇതാ ജേഠാലാൽ തന്റെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്തത് ആനയുടെ മുകളിൽ
ഉറുമ്പ് കയറിയത് പോലാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് താറാവിന്റെ മുകളിൽ കയറാൻ അടുത്ത ആള് വന്നിരിക്കുന്നു. പിടിച്ചോ പിടിച്ചോ മൂർക്കെ പിടിച്ചോ അച്ഛാ. ഒരു കൈ സഹായിച്ചെന്നെ ഒന്ന് പൊക്കിക്കൂടായിരുന്നോടാ? അങ്ങനെ സഹായിച്ചാലും ഡിസ്ക്വാളിഫൈ ആയിപ്പോ അച്ഛാ. ഓഹോ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇവർ ബുദ്ധിയുള്ളവരാണ്. ജേട്ടയുടെ ഫാമിലി ഇതാ മറ്റൊരു ലെവലിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞോ? ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാലോ? ഇപ്പൊ മത്സരം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി അടുത്തത് ഊഞ്ഞൽ പാലത്തിലൂടെ കയറി ചെല്ലണം. ഓടിപ്പോവാൻ ഇവിടെ അനുവദിക്കില്ല. ഇങ്ങനെ പോയാലേ ഫൈനൽ റൗണ്ട് എത്തൂ. ഇപ്പോൾ ഈ കുലുങ്ങുന്ന ബ്രിഡ്ജിൽ കൂടി ചാടി ഓടി അപ്പുറത്തേക്ക് ചെല്ലണം. അവർ ആ പാലം കടക്കുന്ന സമയത്ത് അവരുടെ നേർക്ക് വലിയ വലിയ പന്തുകൾ കൊണ്ട് നിറയൊഴിക്കുന്നതാണ്. അതിന് ഉന്നം പിടിക്കാത്ത അതിവിദഗ്ധർ നമ്മുടെ കൂടെയുണ്ട്. മത്സരം തുടങ്ങി. ഓടിക്കോ. ചേടാ, ഈ ചെറുക്കനൊരു അപാര സാധനം തന്നെയാണല്ലോ. തപ്പുന്റെ കൂടെ ചേർന്ന് ഈ ദയയും കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുക. അച്ഛാ, പെട്ടെന്ന് പാലത്തിലേക്ക് ഇറങ്ങി അമ്മയൊന്ന് സഹായിക്കേ. എന്റെ ചന്തി. ഇനിയിപ്പൊ ഞാനും ദയെ പോലെ തന്നെ എന്തെങ്കിലും പൊടിക്കായി പ്രയോഗിക്കണം. അച്ഛാ, സൂക്ഷിച്ച്. ഈ ജേട്ടയോടാണോ നിങ്ങളുടെയൊക്കെ കളി? നിറയൊഴിച്ച പന്തുകളെയെല്ലാം മറികടന്നുകൊണ്ട് ഒന്നിനെ പോലെ സമയോചിതമായി നിറം മാറ്റി ജേട്ടനും ഭാര്യയും അതിവേഗത്തിൽ മുന്നേറുകയാണ്. മത്സരം പൂർത്തിയാക്കി. നല്ല രസമുണ്ടായിരുന്നു. അച്ഛാ, ഒന്ന് പെട്ടെന്ന് വെച്ചാ മറ്റുള്ളവർ വരുന്നതിന് മുന്നേ നമുക്ക് എല്ലാ റൗണ്ട്സും ഫിനിഷ് ചെയ്യണം. എന്നിട്ട് ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യണ്ടേ? ചേട്ടനത് ആകാശത്തു നിന്നും നിലം പതിച്ചതുപോലെയായി അമ്മയ്ക്കും മകനുമിടയിൽ കടുത്ത പോരാട്ടമാണ്. പക്ഷെ അടുത്ത ഗെയിമിൽ ഇവർ തവിടുപൊടിയാകുമെന്നതിൽ സംശയമില്ല. ചേട്ടാ, സംഗതി കുലുമാലായല്ലോ. ഓൺ യുവർ മാർക്ക്, ഗോ. ഓടിക്കോ.
നമുക്കിത് എങ്ങനെയെങ്കിലും ജയിക്കണം. ദയേ ടപ്പു. അച്ഛാ ഒന്ന് വേഗം വാ. അച്ഛാ ഇങ്ങോട്ട് വാ. എന്നിട്ടിങ്ങനെ വട്ടം കറക്കല്ലേ, ഞാൻ വീട്ടിലെങ്ങാനും പൊക്കോളാവേ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വലിച്ച് എന്നെ നിങ്ങൾ രണ്ട് തുണ്ടാക്കുവോ? അച്ഛാ ഒന്ന് വേഗം വാ. ഈ റൗണ്ടിൽ നമ്മൾ വിജയിച്ചു. നിങ്ങളൊക്കെ ഡാൻസ് കളിക്കുകയല്ലേ? ഒരല്പം മിസ്സായിരുന്നെങ്കിൽ ആ രാക്ഷസൻ എന്നെ ബലൂണിനെ പോലെ ഇടിച്ചു പൊട്ടിച്ചോനെ. അയ്യോ എനിക്ക് വയ്യേ വയ്യ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇതാരൊക്കെയാ ദൈവമേ എന്റെ നേരെ ഓടി അടുക്കുന്നത്? വേഗം വാച്ചാ, നമുക്ക് അവരൊക്കെ തോൽപ്പിക്കണ്ടേ? എനിക്ക് പേടിയാതെ എന്നെ വീട്ടിൽ കൊണ്ടുപോ. ടപ്പുവിന്റെ അച്ഛനായി ഇവിടെ എത്തിയ ജേട്ടനിതാ ടപ്പുവിന്റെ മുത്തശ്ശനായി തിരിച്ചു പോകുന്ന അവസ്ഥയിലായി. എന്റെ ദൈവമേ, ഇയാൾക്ക് ഇതെന്തൊരു പവറാ! എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കലക്കി. അത് എന്റെ അച്ഛനാ, എന്റെ അച്ഛൻ. ഒരു കാര്യം ഓർക്കണട്ടോ, ആ മാഷ്മെല്ലോയില് പോയി വീഴരുത്. ഞാൻ ചാടാൻ പറയുമ്പോ കണ്ണടച്ച് ചാടിക്കോ. അതെ, ബ്ലൈൻഡ് ഫോൾഡ് എടുത്ത് മാറ്റരുത്. മരമണ്ട, എന്റെ ബുദ്ധി കൊണ്ടാ നിങ്ങൾ ഇവിടം വരെ എത്തിയത്. എന്നോട് നിങ്ങൾ റൂൾസ് പഠിപ്പിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. കഴിഞ്ഞ കളികളിൽ വിജയം നുണഞ്ഞതുകൊണ്ട് ജേട്ടാലാൽ ഇതാ ഈ കളിയിൽ പുതിയൊരു ആവേശം നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ കുനിയാൻ പറയുമ്പോ ടപ്പുന്റെ അച്ഛാ നിങ്ങൾ തല കുനിച്ചോണട്ടോ. ടപ്പുന്റെ അച്ഛാ പറഞ്ഞത് കേട്ടോ, ഞാൻ കുനിയാൻ പറയുമ്പോ നിങ്ങൾ കുനിഞ്ഞോണേ. ടപ്പുന്റെ അച്ഛാ, ഞാൻ കുനിയാൻ പറഞ്ഞാലേ കുനിയാവുള്ളൂ. വേഗം കുനിഞ്ഞോ. നീ എന്താണ് എന്നോട് കുനിയാൻ പറയാതെ? ഞാനിപ്പോ 2 പ്രാവശ്യം കുനിയാൻ
വീട്ടിന്ന് കൊടിഞ്ഞോ? വീട്ടിന്ന് കൊടിഞ്ഞോ? അച്ഛാ മതി മതി അവിടെ നിന്നോ. എന്റെ അച്ഛൻ ബെസ്റ്റ് ആണ്. ഞാൻ ശരിക്കും രക്ഷപ്പെട്ടല്ലോ അല്ലേ? ഞാനിപ്പോ താഴേക്ക് വീഴും. അച്ഛാ അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇവിടെ രക്ഷപ്പെട്ടുവെങ്കിലും അടുത്ത റൗണ്ടിൽ അദ്ദേഹം നിശ്ചയമായും പേടും. ഞാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ടപ്പു. ഇത് അവസാനത്തെ റൗണ്ടാണെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ കളി കഴിഞ്ഞു ടപ്പു. ഞാൻ ഇനി വീട്ടിലേക്ക് പോവാ. നിങ്ങളായി നിങ്ങളുടെ കാര്യമായി. ചേട്ടാ ഇതെന്ത് കൂത്ത? യുവമാരല്ല എന്തിനാ എന്റെ പിന്നാലെ ഓടി വരുന്നത്? അമ്മേ വേഗം വാ, അച്ഛൻ ഇപ്പോഴും റേസിലാണ്. നമ്മൾ ജയിച്ചോടാ മോനെ. പക്ഷെ ഇതിൽ ജയിച്ചു വരുമ്പോഴത്തേക്ക് ഞാനൊരു പരുവായി. സുഹൃത്തുക്കളെ, ജേഠാലാലിന് ജുംറി തലയുടെയും ഫയർവർക്സിന്റെയും ട്രോഫിയോടൊപ്പം തന്നെ ഒരു വലിയ തുക ക്യാഷ് പ്രൈസ് ആയും ലഭിക്കുന്നു. ഇനി ആഘോഷം തുടങ്ങാം. അടിപൊളിയായി ചേട്ടയെ അഭിനന്ദിക്കാം. അതിന് കളിയത്ര മോശമൊന്നുമല്ലായിരുന്നു. കളിക്കുമ്പോ ഞാൻ ശരിക്കും ആസ്വദിച്ചു. കേശവാടും കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കളി നേരത്തെ അവസാനിപ്പിച്ചേനെ. നാളത്തെ മത്സരത്തിലേക്ക് കളിക്കാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നു ടപ്പുന്റെ ചാ? കളിച്ചാലോ? എന്റെ അമ്മച്ചി! കാശിനേക്കാൾ പ്രധാനം സ്വന്തം ജീവനാണ്. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ചേട്ടനിതാ ശരം വിട്ടതുപോലെ ഓടുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. എടാ ടപ്പു, മിടുക്കനാണല്ലോ, പിടിച്ചു കളഞ്ഞല്ലോ. എന്താടാ ഇത്? അടപ്രഥമന് പകരം പന്ത് പ്രഥമൻ കഴിക്കണോടാ ഞാൻ. ദേഷ്യപ്പെടല്ലേ മുത്തശ്ശ, കൊച്ചു പയ്യനല്ലേ, അറിയാതെ ചെയ്തു പോയതാ. അത് പിന്നെ അച്ഛാ ഇതാ വായിച്ചോളൂ. ഇന്നത്തെ പത്രം കണ്ടില്ലല്ലോ. പറയുന്നത് കേട്ടാ നീ മേടിച്ച ഏതാണ്ട് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുവല്ലോടാ. പഠിക്കാൻ വിട്ടപ്പോ പുളിമരത്തെ കയറി ഇരുന്നവനാ. ആദ്യം ഇങ്ങോട്ട് താടാ. മതി.
വേണ്ട വേണ്ട. എന്റെ കാല് എന്റെ മണ്ട പൊട്ടി. ദയ കാണിക്കുന്നേ, എന്നോട് ദയ കാണിക്കേ. നിന്റെ അനുജ സുന്ദരനോട് മോഡലിംഗ് ചെയ്യാൻ പറ, ഇങ്ങോട്ട് വരണ്ട. കാര്യം പറഞ്ഞേക്കാട്ടോ, ടപ്പുന്റെ അച്ഛ എന്റെ അനിയൻ വരുന്നത് ട്രെയിനിലാണ് കേട്ടോ. ട്രെയിനില് നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വരണട്ടോ. ട്രെയിനിൽ വരുന്നവന് എയർപോർട്ടിൽ എന്ത് കാര്യം? ഓട്ടോ പിടിക്കണമെങ്കിൽ എയർപോർട്ടിൽ പോണം. കാരണം നമ്മുടെ ഏരിയയിൽ ഇപ്പൊ സ്ട്രൈക്ക് നമുക്ക് അമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലെത്തി നിന്റെ അമ്മാവൻ എന്താടെ കല്ല് പോലെ അവിടെ തന്നെ നിക്കുക? അവിടുന്ന് അവനെന്താ ഇങ്ങോട്ട് അനങ്ങാൻ പറ്റില്ലേ? ഇവനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലല്ലോ വേറെ വല്ല സ്റ്റേഷനിലും കയറ്റണം. അടുപ്പിക്കാൻ കൊള്ളൂലടാ. അച്ഛനത് കേട്ടില്ലേ ഇങ്ങനെ പറയണത്? ഇവിടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതിലും ഭേദം കടയിൽ പോയിരിക്കാം. എന്താടാ ഈ കാണിക്കുന്നത്? അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ, ഈ ടപ്പു പോയി അമ്മാവനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരും. എന്റെ ചക്കരക്കുട്ടാ, നിനക്ക് എന്തൊരു തരം ബുദ്ധിയാണ്ട്? അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിക്കണ്ട. അമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ? മര്യാദയ്ക്ക് വന്നൂടെ? എന്താ അമ്മ ഇത്? ഞാൻ വരുന്നില്ല. ഡോക്ടർ ഗുലാട്ടി കണ്ടുപിടിച്ച ഈ യന്ത്രം ലോകത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ആദ്യം ഞാൻ ഈ പറക്കുന്ന ഓട്ടോ പരീക്ഷണാർത്ഥം ഒന്ന് ഓടിച്ചു നോക്കട്ടെ, എന്നിട്ട് വേണം അഭിമാന പുരസ്സരം ഇത് ലോകത്തിന് സമർപ്പിക്കുവാൻ. കിഴക്കോട്ട് നോക്കിയാൽ 40 കിലോമീറ്റർ, വടക്കോട്ട് നോക്കിയാൽ 80 കിലോമീറ്റർ. അബ്ദുള്ളയുടെ കടയാണ് എന്റെ ലക്ഷ്യം. എന്റെ ഓട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നു പാർ. ഇതെന്തൊരു കഷ്ടാണ് നോക്കണേ. നമ്മുടെ ഏരിയയിൽ മാത്രമല്ല, ഇവിടെയും സ്ട്രൈക്ക് ആണല്ലോ. ഓട്ടോ ഇന്ന് കിട്ടൂലെന്നാ തോന്നുന്നു. വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അവൻ പോയിട്ട് നാളെ വരട്ടെ. അമ്മേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഓപ്പൺ ആയ ഓട്ടോ. ഉപേന്ദ്രന്റെ ഓട്ടോയോ? ഓപ്പൺ എയർ ഓട്ടോ അമ്മേ. ഓട്ടോ ഓടുന്ന ചേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തായാലും ഓട്ടോ ഞാൻ തന്നെ ഓടിച്ചേക്കാം. എന്റെ അനിയനെ വിളിച്ചോണ്ട് വരണ്ടേ? അമ്മേ ആ, ആ, വ്രും, 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 വ്രും എന്നല്ലേ ശബ്ദം വരണ്ടേ? ഇതെന്താ കാക്ക കരയുന്ന പോലെ കാക്കാന്ന് കരയണേ? ഓ, എന്റെ അമ്മോ. അപ്പോ, എന്റെ ചക്രക്കുട്ടന് വല്ല പറ്റിയോ? ആ ആ ആ എന്റെ ചക്രക്കുട്ടന് എന്തൊരു ബുദ്ധിയാ. അമ്മേ എന്താ ഇത്? അവിടെ നിക്കേ. ഇതെന്താണ് ഈ ഓട്ടോ ചാടി ചാടി പോണേ? എന്റെ കുടച്ചേട്ടാ, ഒന്ന് മാറി നിൽക്ക്. അയ്യോ, മാറി നിൽക്ക്. ആദ്യം ബ്രേക്ക് പിടിക്കണ്ട പറ്റി. എന്നെ വിട്ടേക്കാൻ പറ്റി. ഞാനൊരു പാവാടേ. അമ്മേ പതുക്കെ. പിടിച്ചോ സാറേ, നല്ല ഒന്നാം തരം നാരങ്ങ സോഡ. നിൽക്കൂ ചേട്ടാ. എന്റെ പുല്ല് സാറേ, നാരങ്ങ സോഡയുടെ പൈസ തന്നില്ല.
ബോസിന് നാരങ്ങ സോഡ കുടിച്ചതും പോലെ ഗ്ലാസും പൊട്ടിച്ചിട്ട് പോയി പരനാറി. മോനെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ 60 ഡിഗ്രി റൈറ്റില് 90 ഡിഗ്രി ലെഫ്റ്റില് പൈതഗോറസ് തിയറി പ്രകാരം A² + B² + 2AB എന്ന കണക്കിൽ മെറ്റലോപ്പതിയിൽ ഞാൻ നിർമ്മിച്ച യന്ത്രം എവിടെ പോയി? അല്ല സാർ എന്താ ചോദിച്ചത്? ഇവിടെ നിർത്തിയിരുന്ന എന്റെ ഓട്ടോ എവിടെ പോയടാ? ഇത് നമ്മുടെ ദേച്ചേച്ചില്ലേ? അവര് പാർട്ട് ടൈമായി ഓട്ടോയും ഓടിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ സുഖമായല്ലോ. ദേച്ചേച്ചി ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ ഓട്ടോ കയറി യാത്ര ചെയ്യാലോ. അത് ശരി, പേടിക്കണ്ട ചേച്ചി, ഓട്ടോ ഇപ്പൊ ഞാൻ നിർത്തി തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലമ്മേ, ആരാ ഓട്ടോ ഓടിക്കാ? അത് ശരിയാണല്ലോ. അയ്യോ, തൽക്കാലം അപകടമൊന്നും മണക്കുന്നില്ല. മണക്കുന്നുണ്ടോ? ഈ ഓട്ടോ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തും? തലക്കകത്താണെങ്കിൽ ഒന്നും വരുന്നില്ല. ആ കിട്ടിപ്പോയി. എന്റെ പൊന്നമ്മച്ചി എന്നെ വിട്ടാക്കി, എനിക്ക് ഇനി ഒരുപാട് ജീവിക്കാനുണ്ട്. ഭഗവാനേ, അല്ലെങ്കിൽ മുട്ടും. അമ്മച്ചി അമ്മച്ചി ഓട്ടോ നിർത്തമ്മച്ചി, അല്ലെങ്കിൽ ഞാൻ ഉരുണ്ട് ഉരുളയാവേ. ഗോഗി, ഗോൾഡി, സോനു എല്ലാവരും ഓട്ടോയിൽ വന്ന് കയറി. ഇവിടെ നല്ല രസമുണ്ട്. എന്തു പറ്റി അമ്മാവാ? തല കറങ്ങാൻ തുടങ്ങിയോ? എല്ലാം കറങ്ങുന്നേ. അമ്മായി എന്ത് ഭംഗിയായിട്ട് ഓട്ടോ ഓടിക്കുന്നേ. എന്ത് ചെയ്യാനാ മോനെ, വീട്ടില് ചപ്പാത്തി കട്ട ഉരുട്ടി ഉരുട്ടി ദേ ഇപ്പൊ ഈ കട്ട ഉരുട്ടാൻ എളുപ്പമായിരിക്കും. ഹായ് ചന്തേ. സോനു, come on. മാറി നിക്ക്. ഞാൻ ദേ വരുവാ. വണ്ടി നിർത്തൂ. അയ്യോ. സോനു, നീ ധൈര്യമായിട്ട് വാ. once more. ഇപ്പൊ ശരിയാക്കി തരാം. നീ വന്നേ. റെഡി, സ്റ്റഡി, ഗോ. എന്റെ മോൻ ഗോഗി ഒരു കിടിലൻ സ്റ്റാർ ആയല്ലോ. ഈ കൊച്ചു പ്രായത്തിൽ അവൻ എന്ത് സാമർത്ഥ്യം നോക്കിയേ. അവിടുന്ന് മാറി നിൽക്കണല്ലോ. ദേ മോനെ. അയ്യോ മോനെ ഗോഗി, എന്റെ മോനൊന്നും പറ്റില്ലേ. അയ്യോ ഇതെന്താണ് തറയിൽ തൊടാത്തെ? ഇത് കൊള്ളാമല്ലോ. ഇത് അടിപൊളിയാണല്ലോ ഈ ഫ്ലൈയിങ് ഓട്ടോ. ഐഡിയ. ഇതാര്? ദയെടുത്തിയല്ലേ? ചോദയോ, എന്റെ പപ്പടം പോയി. ദയെടുത്തി, എന്റെ പപ്പടം. പപ്പടം പിടിച്ചോ. പപ്പടം പറക്കുന്നോ? ഇത് കലക്കില്ലോ.
കിട്ടിയ സമയം കൊണ്ട് അലക്കിയ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചേക്കാം. അങ്ങനെ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 വഴി മുന്നില് 2 വഴി പുറകിൽ. എന്താ സോനു എന്താ പറയുന്നേ? വിമാനത്തിലേക്ക് എങ്ങനെയാ പറയാ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? പറക്കുന്ന കണ്ടോ? പറക്കുന്ന പൂമനാണ് കേട്ടോ ഞാൻ പൂമൻ. പറക്കാൻ, നമുക്ക് പറക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. എടാ ബലൂണെല്ലാം പിടിച്ചോ. മോനെ 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 നിക്ക് നിക്ക് നിക്ക്. ഇങ്ങോട്ട് വാ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഓട്ടോ പറക്കുന്നത് കണ്ടോ? രക്ഷയില്ല. രക്ഷപ്പെട്ടു. അമ്മ പേടിക്കണ്ട, ഞാനമ്മേനെ ക്യാച്ച് ചെയ്തോളാം. എന്തൊരു ലാൻഡിങ് ആയിരുന്നല്ലേ. അഞ്ജലി ചേച്ചി, ബബിത ചേച്ചി, ഇത് നിങ്ങളുടെ സ്വന്തം കടയാണ്. എന്നാ ശരി, ഇത് രണ്ടും പാക്ക് ചെയ്തോ. അയ്യോ, ഇത് വിൽക്കാനുള്ളതല്ലല്ലോ. അമ്മേ സൂക്ഷിച്ച്. വില പേശി മേടിച്ചാണ് കേട്ടോ. അവൻ മഹാകള്ളനാ, കൂട്ടി പറയും. ഇപ്പൊ ചേച്ചിയുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടത്? ജീവനുള്ളവരുടെ ആത്മാവ് ഇങ്ങനെ പറന്നു നടക്കാറുണ്ടോ? റീറ്റർ റിപ്പോർട്ടർ ഒരിക്കലും ഫേക്ക് ന്യൂസ് കാണിക്കാറില്ല. ഓട്ടോ അന്തരീക്ഷത്തിൽ പറക്കുന്നത്ര, പുറകിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത്ര. ഇതാരെങ്കിലും വിശ്വസിക്കൂ? നിക്ക് നിക്ക് നിക്ക്, ഇതൊക്കെ സത്യമാണ്. ദേ ഓട്ടോ പറക്കുന്നു. ചാനലിനോട് പറയൂ, ഇത് സത്യമാണെന്ന് പറയൂ. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്? എടാ ഭാഗ, അത് കണ്ടോ? അത് കാണാൻ നമ്മുടെ മാർക്കറ്റ് പോലെ ഇല്ലേ? മാർക്കറ്റൊക്കെ അവിടെ നിക്കട്ടെ ചേട്ടാ. ആ പറക്കുന്ന ഓട്ടോ കണ്ടില്ലേ? അതിനകത്തിരിക്കുന്നത് നമ്മുടെ മുതലാളി ചേച്ചിയും കുട്ടികളും അല്ലേ? നോക്കിക്കേ. എന്ത് പറഞ്ഞു? നീ എവിടെ മോളിലെ ഓട്ടോയിൽ എന്തെടുക്കോടാ ടപ്പു? അച്ഛാ, ഞങ്ങള് സുന്ദരനമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാ. എടാ മോനെ, നീ ആദ്യം ലാൻഡ് ആവാൻ നോക്ക്. പ്ലെയിനിൽ പോയാണോ ട്രെയിനിൽ നാളെ വിളിക്കുന്നേ? ഞാൻ ഇവിടുന്ന് താഴെ ഇറങ്ങി വരട്ടെന്ന് നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോള് കാക്കയെ പോലെ അവളുടെ ഓട്ടോടെ മുട്ടിൽ എന്നെ കെട്ടി തൂക്കിയില്ലേക്കാ. എടാ തടിയാ, ഇതിനെയാടാ കാക്ക ജീവിതം എന്ന് പറയുന്നേക്കാ. എന്ത് പറ്റിക്കോടെ ഞങ്ങളെ, തല കറങ്ങാൻ തുടങ്ങിയല്ലേ? എടാ ടപ്പു, നിങ്ങളെല്ലാവരും അവിടെ മുകളിൽ എന്തെടുക്കോടാ? അമ്മേ, ദേ സുന്ദരനമ്മാവൻ താഴെയുണ്ട്. ഹലോ ചേച്ചി. അമ്മേ, ഓട്ടോ തിരിക്കേ. അത് കൊള്ളാം. ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച, ചിങ്കച്ചക്ക, ചിങ്കച്ച.
അമ്മേ കാലേ ഇങ്ങോട്ട് കേറി വാ അല്ലെങ്കിൽ താഴെ വീഴും. ഇപ്പൊ ഞാൻ ലാൻഡിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞാനിപ്പോ പുകഞ്ഞ് തീരും. ഇതെവിടുന്നാ വെള്ളം ചീറ്റുന്നത്? ദയേ നീ എന്തായി കാണിക്കുന്നേ? മോനെ ടപ്പു, ചെയ്യുന്നു എന്ന് എഴുതിയ ബട്ടണില്ലേ അത് അമർത്തട്ടെ. ഈ പറയുന്നത് ഏതാ? MISSIL എഴുതിയിരിക്കുന്നതാണ്. എന്നാ പിന്നെ എനിക്ക് തോന്നണ ബട്ടണിങ് അമർത്തിയേക്കാം. അതിലെന്താ എഴുതിയിരിക്കുന്നേ? ദയേ ബോഡി ബജിയുണ്ടല്ലോ. രക്ഷപ്പെട്ടു. എല്ലാരും പോയി, ഞാൻ ഒറ്റയ്ക്കായി. വീണ്ടും നീ പണി തന്നല്ലേ? ഞാൻ പാവാടേ, വിട്ടേക്കോ. എനിക്കുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. ഫോർമുല 551-ൽ ഫോറൻ നമ്പർ 3 പ്രകാരം S2Oയിൽ S2S ചേർത്ത് നിർമ്മിച്ചത് ആരാണ് തകർത്ത് തച്ചുടച്ചത്? അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ ഓട്ടോ തകർത്തത് ആരാണെന്നാണ് ചോദിച്ചത്. നീയല്ലേടത് തകർത്തത്? നിങ്ങളാണോ? നിങ്ങളാണോ തകർത്തത്? അളിയാ, നിങ്ങൾക്ക് ശേഷം അവിടെ ആരില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആള്. ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സുന്ദരൻകുട്ടൻ പറയുന്ന പോലെ കേക്ക്. നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോന്നേ കേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദേ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെന്താ? അത് തന്നെ ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരുമാതിരി കല്ല് പോലെ ഇരിക്കണല്ലേ. കല്ലാണോടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? അതല്ല, കാന്താരി മുളക് ഞെരടിയതും കൂട്ടി നമ്മള് പുഴുങ്ങി തിന്നാറില്ലേ. പുഴുങ്ങി തിന്ന്. എന്റെ ദയ എന്നോട് ഇച്ചിരി ദയ കാണിക്ക്. നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാച്ചിലോ മറ്റോ പുഴുങ്ങി തിന്നാൻ വിശന്നിട്ട് വയ്യ. അത് തന്നെ, കാച്ചില് പുഴുങ്ങിയതും കാന്താരി മുളകും കട്ടൻ കാപ്പിയും എന്തൊരു കൂട്ടാ.
കോലി എന്താ പറ്റിയേ? അത്ര പെട്ടെന്ന് ക്ഷീണിച്ചു പോയോ? ഫ്രണ്ട്സ്, ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് സ്കേറ്റിംഗിൽ തന്നെ ഒളിച്ചേ കണ്ടേ കളിക്കാം. എടാ ടപ്പു, ഉഗ്രൻ ഐഡിയ ആണല്ലോ. പിടിക്ക് കോലി, വാ വാ. നിക്ക്, ഞാനും വരുന്നുണ്ട്. പിടിച്ചു. എടാ പിടിച്ചല്ലോടാ. ഓ, രക്ഷപ്പെട്ടു. ഒന്നും പറ്റിയില്ല. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലേ? നമുക്ക് കളിക്കാം. നിന്നെ പിടിച്ചു. പിടിച്ചു. പിടി 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 പിടി. ഓയേ, എന്താ പറ്റിയേ? ഇന്ന് പിടിക്കാതെ വിടില്ല. എന്നെ മുതെന്താണ്? വീടങ്ങളുടെ സ്കൂട്ടർ പോയല്ലോ. ഓടിക്കോ. ഇന്നെന്താ ഈ സൊസൈറ്റി ശാന്തമായിരിക്കുന്നത്? എന്റെ കൊടപ്പേരച്ചൂട്ട് ഞാൻ തുറക്കട്ടെ. എടാ പൊപ്പട്ടെ. അച്ഛനെന്താ ഇവിടെ ഇരിക്കുന്നത്? വീട്ടിൽ പോയി സോഫയില് സുഖായിരുന്നൂടെ? എടാ ടപ്പു, നീ കാരണോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോ വീട്ടിലിരിക്കേണ്ടവനായിരുന്നു. എന്റെ ഭഗവാനെ, എന്റെ സ്കൂട്ടർ ആരാ ഈ ഗതിയിലാക്കിയത്? പോയി ഈ പോപ്പി എന്ത് തരാസന ഈ ചെയ്യുന്നേ? ഈ പിള്ളേരൊക്കെ കൂടി ചേർന്ന് എന്റെ കുട കൊണ്ട് എന്റെ മുഖം തന്നെ പൊളിച്ചു. പോരെ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനാ ഞാൻ. പോപ്പട്ടങ്കിൾ, നേരത്തെ അങ്കിളുടെ മുഖത്തിന് ഒരു ഷേപ്പും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ഉരുളിച്ച വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഈ സൊസൈറ്റി ഏത് വിധത്തിലാക്കി വെച്ചിരിക്കുന്നെന്ന് കണ്ടില്ലേ? എടാ ടപ്പു, നിങ്ങൾ ഇത് കണ്ടില്ലേ? എന്റെ സ്കൂട്ടർ പോലും ഇവര് നശിപ്പിച്ച് നാറാണക്കല്ല് പോയി പിടൂ. പോയി, തന്റെ സ്കൂട്ടർ പണ്ടേ പോക്കായിരുന്നല്ലോ. ഇനി താൻ പുതിയതൊരെണ്ണം വാങ്ങിക്കുന്നത് നല്ലത്. ഇവിടുത്തെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ നശിപ്പിക്കാനല്ലാതെ നല്ലതൊന്നും ചെയ്യാൻ അറിയില്ലേ? ലോകത്ത് എത്ര നല്ല കാര്യങ്ങളുണ്ട്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം, പത്രം വായിക്കാം. ബീഡിയങ്കിൾ, ഞാൻ നല്ലൊരു കാര്യം ചെയ്യാറുണ്ടല്ലോ. പിസ്സ കഴിക്കാം, ഒത്തിരി ഐസ്ക്രീം കഴിക്കാം, ചോക്ലേറ്റും കഴിക്കാം. പോടാ തടിയാ, ഏത് നേരം തീറ്റയുടെ വിചാരമുള്ളൂ. അതല്ല ബീഡിയങ്കിൾ, നമ്മുടെയൊക്കെ വയറ് ബുദ്ധിയെക്കാളും വലുതാണല്ലോ. ബീഡേ അങ്കിൾ, ടപ്പു ഇതൊന്നും കേട്ട് കുലുങ്ങുന്ന ആളല്ല കേട്ടോ. വരൂ കൂട്ടുകാരെ, എന്നോടൊപ്പം വരൂ. നല്ല രസം തോന്നുന്നുണ്ട് നിങ്ങൾക്കോ? ഞങ്ങളുടെ സൂപ്പർ പവർ ആണ് ബീഡേ അങ്കിൾ. ബുക്സ് ഒക്കെ ആർക്ക് വേണമെങ്കിലും വായിക്കാലോ. നിങ്ങൾ ഞങ്ങളെ പോലെ സ്കേറ്റ് ചെയ്ത് കാണിച്ചതാ. എങ്കിലും ഞങ്ങൾ ഒരിക്കലും സ്കേറ്റ് ഇല്ല എന്ന് വാക്ക് തരാം. അതെ ബീഡേ, കുറച്ചു നേരം നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എന്നേക്കുമായി നമുക്ക് ഈ ശല്യം ഒന്ന് ഒഴിവാക്കായിരുന്നു. അയ്യടാ, ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ലോകം നമ്മൾ തകിടം മറിക്കും. ഇവരെല്ലാരും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
പിടിക്ക് പിടിക്ക് എന്നെ പിടിക്ക്. എടാ വീട്, ഞാൻ മര്യാദക്ക് വന്നോണ്ടിരുന്നതാ, നീ ഇടയ്ക്ക് കയറി എല്ലാം കുളമാക്കി. ലോകം തകിടം മറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. വിട്ടേക്കല്ലേ. പപ്പു, ഞാനിപ്പോ എന്തിനാ വിടുന്നേ? അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. ഞാനിനി എന്താ ചെയ്യാ? എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കോ? ഇവർ ചാമ്പ്യൻ ആണെന്ന് തോന്നുന്നല്ലോ. നിക്കേ, ഇനിയും പറയാറായിട്ടില്ല ഗോഗി. ഈ കുട്ടികളെല്ലാം നമ്മളെ നോക്കി ചിരിക്കുന്ന അവസ്ഥയായല്ലോ. നിങ്ങളൊന്ന് വേഗം എഴുന്നേറ്റേ. നമ്മളൊരു സംഭവം തന്നെയാണെന്ന് ഇവരുടെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ. പേടിക്കണ്ട വീട്, ഞാൻ പിടിച്ചോളാം. ഇല്ല, വീടില്ല. വീഴും. വരൂ കൂട്ടുകാരെ, നമ്മൾ ആരാണെന്ന് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അതെ അതെ അതെ, ഇവരെന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? ഒന്നും മനസ്സിലാവണില്ലല്ലോ. അത് കൊള്ളാം. ഇങ്ങനെ മറ്റൊരാളുടെ കൈ പിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. എടാ കൂട്ടുകാരെ, ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. ഇവരെ പറ്റിക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അടുത്ത് വാ. മനസ്സിലായോ? ഇതുപോലെ അവരെ കളിപ്പിക്കാൻ. ഇത്രയും ബോറിംഗ് ആയിട്ടുള്ള സ്കേറ്റിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടാ, നമുക്ക് ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് വരാം. വായോ. എന്താ സോണി, ഇപ്പൊ നമ്മൾ സ്കേറ്റിംഗ് ശരിക്കും പഠിച്ചല്ലോ. വേണ്ട, പോണ്ട അച്ഛാ, നിക്കേ, പുറത്തേക്ക് പോണ്ട. നിങ്ങൾ ഇനിയും സ്കേറ്റിംഗ് ശരിക്കും പഠിച്ചിട്ടില്ല. ഇത് കൊള്ളാലോ അല്ലേ? നല്ല രസം തോന്നുന്നു. നിങ്ങൾ വാ, നമുക്ക് ഈ ലോകം മുഴുവൻ ഒന്ന് കറങ്ങി വരാം. ഇത് അപകടത്തിലേക്കുള്ള പോക്കാണല്ലോ. അച്ഛാ, അവിടെ സ്ലോപ്പാണ്. നിങ്ങൾക്കാർക്കും ബ്രേക്ക് പിടിക്കാനോട്ട് അറിയൂല്ല. എടീ ദേ, കണ്ടോ? അച്ഛനെ കൊണ്ടും എന്റെ അമ്മ, അവർക്ക് ബ്രേക്ക് ചവിട്ടാൻ അറിയില്ല. എന്താ ഈശ്വരാ, എന്റെ ദൈവമേ, കാത്തോളണേ. ഇനി എന്നെ ആര് പിടിച്ചാലും കിട്ടില്ല. നിക്കമ്മേ, അമ്മയും ഇതുവരെ ബ്രേക്ക് ചവിട്ടാൻ പഠിച്ചിട്ടില്ല. അപ്പുന്റെ അച്ഛാ, ഞാൻ വരാനട്ടാ.
അയ്യോ പിടിക്കണേ. മാറി നിൽക്ക്. കലം വേണം, എടുത്ത് മാറ്റിക്കോ. അതേ വരുന്നു. എന്റെ അമ്മോ, വെള്ളം വെള്ളം, എന്റെ നാവ് പൊള്ളുന്നേ. വെള്ളത്താ. എടോ താനെന്റെ വെള്ളത്തിന്റെ കാശെങ്കിൽ തന്നിട്ട് പോയേ. ഓ, വെള്ളം കുടിച്ചപ്പോ എന്തൊരു ആശ്വാസമാണ്. അല്ല ഇതെന്താണ്? ഇതെന്തൊരു കഷ്ടമാണ് ഈശ്വര. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും, എനിക്കൊന്ന് കാണാൻ വയ്യ. എന്നെ ഒന്ന് സഹായിക്കേ. ദൈവമേ, പ്രേതമല്ലേ വരുന്നത്, ഓടിക്കോ. ഞാൻ പെട്ടു. അത് ശരി, ഇത് ഇത്രക്ക് എളുപ്പമായിരുന്നോ? ഇപ്പൊ നല്ല രസമുണ്ട്. എന്റെ അമ്മോ, ഈ സ്കേറ്റിംഗിൽ എങ്ങനെ ഞാൻ ബ്രേക്ക് ഇടുക? എനിക്ക് ബ്രേക്ക് അറിയില്ല. മാറി നിൽക്കും പിള്ളേരെ. ഇതെവിടുന്ന നല്ലൊരു കരിക്ക് ദൈവം പ്രസാദമായിട്ട് എന്തായാലും തന്നായിരിക്കും. അയ്യോ, ഈ തേങ്ങ ഇപ്പൊ തലയിൽ വീഴുമല്ലോ. ചേടാ, ഇതിനകത്തൊന്നുമില്ലല്ലോ. വേണ്ട, ഇടിക്കല്ലേ. പോയില്ല. കുട്ടികളെ ഒന്ന് മാറിക്കോ, മാറി നിൽക്കൂ. ബ്രേക്ക് ചെയ്താൽ അറിയില്ലേ? സ്കൂളിൽ പോവാൻ ഇങ്ങനെ ഒരു ലെറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അങ്കിൾ വിട്ടോ. മതി അങ്കിൾ, സ്കൂൾ എത്തി. പോപ്പടി ചേട്ടാ, തലനാരിടയ്ക്കാ നമ്മൾ രക്ഷപ്പെട്ടതല്ലേ? ശരിയാണല്ലോ സോണി, നമുക്ക് ബ്രേക്ക് ചവിട്ടാൻ പോലും അറിയില്ലായിരുന്നല്ലോ. അങ്കിളിന് പോവാൻ ഹെൽപ്പ് വേണോ? എനിക്ക് വേണ്ടായേ. എന്തുട്ടാ ഈ കുട്ടികൾ കാണിച്ചത്? പോപ്പ ചേട്ടാ, സോണി എന്റെ സോണി വിടല്ലേ, വിടല്ലേ, വിട്ടുകളഞ്ഞല്ലേ. സോണി എന്നെ വിടല്ലേ. എന്റെ കുടപ്പേര് ചൂട്ടനെ രക്ഷിക്കും.
ദിവസം ഇത്രയും പാഴാവൂന്ന് ഞാൻ കരുതിയില്ല. തല നാരിഴക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് പിടിച്ചു നിർത്തണേ. എന്റെ ദയേ, ദയേ. എടി ദയേ, നിനക്ക് ബ്രേക്ക് ചവിട്ടാൻ അറിയാവോടി? എടി കൂടെ വന്ന് നീ എന്താ അച്ചാറുണ്ടാക്കാൻ പോവാണോ? എടോ മനുഷ്യ, ഞാൻ പോവാണ്. ഓടിക്കൂ. അച്ഛനമ്മയെ പേടിക്കണ്ട കേട്ടോ, ഞാൻ എത്തിയില്ലേ. അച്ഛാ കുറച്ച് മുന്നോട്ട് തിരിഞ്ഞ് ബ്രേക്ക് ഇട്. എടാ ടപ്പു മോനെ, എനിക്ക് ബ്രേക്ക് ചവിട്ടാൻ അറിയായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ ചവിട്ടിയേനെ. എന്തേലും ഒന്ന് ചെയ്യടോ. നീ സൂപ്പർ ആണല്ലോ ടപ്പുക്കുട്ട. എന്തൊരു ഉഗ്രൻ ഐഡിയ നിന്റേത്. അച്ഛാ അമ്മയെ സൂക്ഷിച്ച്, സ്ലോ സ്ലോ. എടാ ടപ്പു, രക്ഷിക്കടോ. ടപ്പു, നീ പിടിച്ചു നിർത്തുന്നതിന് പകരം ഇങ്ങനെ പറപ്പിച്ചു കളഞ്ഞല്ലോടാ. ഗോഗി, ഇന്നാ കയറ്. ഞാൻ പിടിച്ചു. ഇവര് എന്നെ കൊണ്ട് പോവാണല്ലോ. അച്ഛനെയും അമ്മയും പിടിച്ചു നിർത്താൻ പറ്റിയ എന്ത് കാര്യം ഇവിടെ ഉള്ള? ഗോലി. എടാ ഗോലി, വേണ്ട വേണ്ട, നീ മാറി നിക്ക്. മാറടാ ഗോലി. വന്നോളൂ അങ്കിൾ, വന്നോളൂ. എടി ദേ, നിന്റെ മോങ്കാരന് പാടി എന്റെ മുഖത്ത് ചെളി പുരണ്ടത്. അതും പോരാഞ്ഞിട്ട് അമ്മയും മോനും ചേർന്ന് എന്നെ കളിയാക്കുക. അതെ പിന്നെ ചേച്ചടത്തി ഈ ചലഞ്ച് സ്വീകരിച്ചോണ്ട് എല്ലാവരെയും അപകടത്തിലാക്കിയത് ഇവനല്ലേ? ഇനി എന്തായാലും കൊള്ളാം. ഇനി മുതൽ ഞങ്ങൾ സ്കേറ്റിംഗ് കളിക്കുകയില്ല അച്ഛാ. കാരണം നിങ്ങളൊക്കെ ഇതിലെ ചാമ്പ്യന്മാരായില്ലേ. അങ്ങനെ പറയല്ലേ മക്കളെ. നിങ്ങളൊരു ദിവസവും സ്കേറ്റിംഗ് ചെയ്യണം. എന്നിട്ട് ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി വലിയ ആൾക്കാരാവണം. എന്തായാലും ഇത് നന്നായിട്ട് ആസ്വദിച്ചേട്ടാ. ഇനി തൊട്ട് എല്ലാ ആഴ്ചയും നമുക്ക് സ്കേറ്റിംഗ് ചെയ്യണട്ടാ. എന്താ ഗോലിയാ ടപ്പു, അത് കണ്ടോ? ബീഡിയാങ്കളിനെ ചെക്കിംഗ് ചെയ്യുന്നു. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിക്കളയാം.
സോറി കേട്ടോ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. എന്റെ വാച്ചും പൗച്ചും ഇവിടെ അഴിച്ചു വെക്കാം. ആ, ഇനി ചെക്ക് ചെയ്താട്ടെ. ഞാൻ കുറച്ച് തക്കാളിക്കറി കഴിച്ചായിരുന്നു. ഈ തക്കാളിയിൽ ഇത്രയ്ക്ക് അയണുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അതാ ഡിറ്റക്ട് ആയത്. ഗോകുൽധാം സൊസൈറ്റിയുടെ ഒരേ ഒരു സെക്രട്ടറിയാണ് ഞാൻ. റൂൾസ് അനുസരിച്ച് മാത്രമേ ഞാൻ അകത്ത് പോവുകയുള്ളൂ. അത് ശരി, അപ്പൊ നീയാണല്ലേ ഇതെല്ലാം ഒപ്പിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിക്കടാ അവിടെ. ഇടം. അതെ ആനച്ചേട്ടാ, ഞാൻ സഹായിക്കാം. എന്താ ഇത്? കുറച്ചുകൂടെ ബലം പ്രയോഗിക്കണ്ട ആനച്ചേട്ടാ. ബഹളമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഏയ്, ഞങ്ങൾ ആ ടൈപ്പല്ല സാറേ. തുള്ളിച്ചാടി മറിയാനൊന്നും നിൽക്കില്ലല്ലോ അല്ലേ? അതെന്താന്ന് പോലും അറിയൂലേ. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഇതിനൊക്കെ വേണ്ടിയല്ലേ ചേട്ടാ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഓക്കെ, വെൽക്കം സുഹൃത്ത്. എന്റെ ദൈവമേ, എന്നെ കാത്തോളണേ. ഈ ആമോസ് ഉത്സവത്തില് നല്ല രസമായിരിക്കും. ക്ഷമിക്കണേ, ഇംഗ്ലീഷിൽ ഞാൻ അല്പം പുറകോട്ടാ. പക്ഷെ പണ്ടങ്ങനെ അല്ലായിരുന്നു. ഓ എന്റെ ദയേ, എന്റെ ദയേ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ദയേ, കണ്ടില്ലേ മോനെ, ആ വലിയ യന്ത്ര ഊഞ്ഞാലിൽ കയറിയാൽ ദാ ഇങ്ങനെ തല കറങ്ങി വീഴും. എന്നാ വേണ്ട. എന്നെക്കാളും ശക്തനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഏയ് ചേട്ടാ നിക്ക്, ഇനി ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. ചെന്ന് തകർക്കേ. ക്യാമറ പിടിച്ചോളൂ. അയ്യോ, ഇതിന് കുറച്ച് ഭാരം കൂടുതലാണല്ലോ. ഓയ് എന്റെ ചേട്ടാ ബ്രോ. ഓയ് ആ ചുറ്റിക ഇങ്ങ് തരൂ. ഈ റെക്കോർഡ് ഞാൻ തകർത്തില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റിക്കളയും. കമോൺ സോണി ചേട്ടാ, അങ്ങ് തകർത്തേക്ക്. എന്റെ സോണി നിന്നിങ്ങനെ നൃത്തം ചവിട്ടാതെ ഞാൻ തകടം മറിക്കാം. ആരെങ്കിലും പിടിച്ചോ. എന്റെ ഹാത്തി ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കേ. താങ്ക് യു ഹാത്തി ചേട്ടാ, താങ്ക് യു. അയ്യോ പൊപ്പൻ ഭായി പറന്നുപോയി. എന്നാ പിന്നെ ഇനി ഞാനൊന്ന് ശ്രമിച്ചു. ഏയ് ഹലോ, ഹായ്, ടിക്കറ്റ് കൊടുക്കുന്ന ആന്റി, 2 ടിക്കറ്റ് തരണേ. ഞാൻ ടിക്കറ്റ് കൊടുക്കുന്നവളല്ല, ഞാൻ വേൾഡ് ഫേമസ് ആയ നാഷണൽ അവാർഡ് വിന്നർ. സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. മാഡം ഓട്ടോഗ്രാഫ് പ്ലീസ്. ഷാരൂഖ് ചക്രവർത്തിയുടെ അയൽക്കാരിയായിരുന്നു എന്ന് പറഞ്ഞതാ. അതെ, നിക്ക് ഒന്ന് നിക്കുന്നേ. ആരെങ്കിലും ഒന്ന് നിക്ക് പ്ലീസ്. അല്ല, എന്താ പറ്റിയത്? എന്റെ കുന്തന് ഈ ഊഞ്ഞാലിൽ ആടാനൊരു മോഹം. എനിക്കാണെങ്കിൽ ഊഞ്ഞാൽ കണ്ട തല ഇറങ്ങും. ഇവനെ ഒന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോവോ? ഫ്രണ്ട്സ്, കൊച്ചുകുട്ടികളെ നോക്കുന്നതിൽ ടപ്പുസേനയ്ക്ക് അവാർഡ് വരെ കിട്ടിയതാ. യെസ് ടപ്പു. ആന്റിന്റെ പേരെന്താന്ന് പറഞ്ഞില്ല. എന്റെ പേര് സാവിത്രി അന്തർജനം എന്നാണ്. രാജരാജവർമ്മയുടെ അമ്മ തമ്പുരാട്ടി എന്നാകേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനല്ല, ഞാൻ മുന്നിയാണ്. ഇവനെ ഒന്ന് നോക്കിക്കോളണേ. ആന്റി, ഞാനിവനെ നോക്കിക്കോളാം. ഞാനൊരു ഉത്തരവാദിത്തമുള്ള ഒരു കുട്ടിയാണ്.
എടാ ഗോലി, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. കണ്ടില്ലേ, ഇതിന്റെയും ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഇത് 5 ടിക്കറ്റിന്റെ പൈസ ഉണ്ട്. എന്നാ ശരി മക്കളെ, എല്ലാരും ഓരോരോ ടിക്കറ്റ് വീതം എടുത്തോളൂ. എന്നാ വാ നമുക്ക് പോവാം കുന്ദൻ. നമുക്ക് ജയന്റ് വീലിൽ കറങ്ങി കളിക്കാം. കൊള്ളാമല്ലോ, ജയന്റ് വീൽ. കൊള്ളാം. ഇത് കറങ്ങുമ്പോ എന്ത് രസായിരിക്കും അല്ലേ? അല്ല ടപ്പു, ഈ ജയന്റ് വീൽ എന്താ കറങ്ങാത്തത്? അല്ല, ഇതിനെന്താ പറ്റിയത്? രാവിലെ മുതൽ മര്യാദയ്ക്ക് കറങ്ങിക്കൊണ്ടിരുന്നതാണല്ലോ. ഫുൾ സ്പീഡിൽ ഒന്ന് ഓടിച്ചു നോക്കാം. അയ്യോ, ഇത് ഇപ്പോഴും ഓടുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? അതെ ചേട്ടാ, ദേ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നില്ലല്ലോ. ചിലപ്പോ ഇത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാവാം. എന്റെ ക്രെയിൻകാരൻ ചേട്ടാ, ഇത് ക്രെയിൻ ഉപയോഗിച്ചൊന്ന് വലിച്ചു സഹായിക്കാമോ? എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് നോക്കി വരാം. ആഹാ, ഇത് കറങ്ങാൻ തുടങ്ങിയല്ലോ. അയ്യോ, ഇതൊരു പട്ടിക്കുട്ടിയാണല്ലോ. അല്ല, ഇത് എന്താണിത്? ഇതിന്റെ സ്പീഡ് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഹായ്, ഇത് നല്ല ഭംഗിയുള്ള പട്ടിക്കുട്ടിയാ. ഹേയ് കുന്ദൻ, കുന്ദൻ. ഈ ജയന്റ് വീൽ കുറച്ച് ഭയങ്കര ഫാസ്റ്റിലാണല്ലോ പോകുന്നേ. അയ്യോ എന്റെ ദൈവമേ, ഈ സ്ലൈഡ് കണ്ടിട്ട് ശരിക്കും ഡേഞ്ചറസ് ആണല്ലോ. എനിക്ക് വയ്യ ഇതിൽ ചാടാനായിട്ട്. സോനുന്റെ അച്ഛാ, വേഗം തുടങ്ങിക്കോ. സ്ലൈഡിൽ ഉരുളാൻ നല്ല രസായിരിക്കും. എന്ത് വന്നാലും ഞാനില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിലൂടെ തെന്നുന്ന പ്രശ്നമില്ല. കുന്ദൻ, ആ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ ഇതിൽ താഴേക്ക് ചാടൂല്ല. അയ്യോ മാധവി, ഇതിനകത്ത് വെള്ളമില്ലല്ലോ. അയ്യോ എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണേ. ആ വെള്ളം വന്നേ, വെള്ളം വന്നേ. താങ്ക് ഗോഡ്, ആ ഐറ്റിലെ ജോക്കറങ്കിളെ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അയ്യോ, രക്ഷിക്കണേ. ഇനിയും എന്നെ കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ലോകം തകിടം മറിക്കും. ഇതുകൊണ്ടാ ഞാനിങ്ങനെ ഈർക്കൽ പോലെയാവുന്നത്. ആരും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഹോയ്, ഇത് പോത്തിന്റെ പുറത്തുള്ള ഗെയിമാ. കോയിൻ ഇട്ടേക്ക്. എടാ മക്കളെ, പോത്തിന്റെ പുറത്തുള്ള ഗെയിം ഇതേ അവിടെയാ. നിങ്ങൾ എന്തിനാടാ ജീവനുള്ള പോത്തിന്റെ പുറത്ത് കയറുന്നേ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ.
നമ്മുടെ കുന്തനല്ലേ അത്? ഞാൻ പിടിച്ചോളാം. എന്റെ പേഴ്സ് മോഷ്ടിക്കുകയാണല്ലേ? കാശ് വേണമെങ്കിൽ ചോദിച്ചാ പോരായിരുന്നോ? സോറി പപ്പിത്ത ആന്റി. കുന്തൻ, ഞാനിതാ വരാ. ഇതാ കിട്ടിപ്പോയി. വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഇവന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. കുന്തനെ കാണുന്നില്ലല്ലോ. അയ്യോ ടപ്പു, അവൻ ഓടിപ്പോയി. എന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? പറയാൻ നിന്നാൽ നമ്മുടെ സെൽഫി കുളമാകില്ലടാ. ഇവന്റെ സെൽഫി പിടുത്തം കാരണം കുന്തൻ വീണ്ടും കൈന്ന് ഔട്ടായി. എന്ത് നല്ല മണം. ഇവിടെ അടുത്തെങ്ങും ആരുമില്ല താനും. ഇനി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം. എടാ ധിക്കാരി, ഈ രാജ്യത്ത് എത്ര പേരാ പട്ടിണി കിടന്ന് മരിക്കുന്നറിയോ? നീ ഇവിടെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നോ? ഹലോ, ഞാൻ നമ്മുടെ കുന്തനെ ഒരു ബോഡി ബിൽഡറുടെ കയ്യിലൊന്നും അല്ല ഏൽപ്പിച്ചത്. ധീരരായ 2-3 കുട്ടികളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേ അപ്പൊ ഒന്ന് കുന്തനല്ലേ, എന്നാ വാ. ഉഴുന്നു പറയോ? എന്റെ കുന്തൻ ഒന്ന് നിക്കേ. അയ്യോ, ഐഡിയ. പൂച്ചേന്റെ ശബ്ദത്തിൽ കരഞ്ഞ പട്ടിക്കുട്ടി പുറത്തു വരും. മ്യാവ്, മ്യാവ്. അയ്യോ, അത് കണ്ടോ, ഒരു എലിയാണല്ലോ വരുന്നത്. ദേ അത് കണ്ടോ, അങ്ങോട്ട് നോക്കിയേ, കുന്തൻ ഓടിക്കളഞ്ഞു. ദേട്ടത്തി, ഈ റിങ് എറിഞ്ഞു നോക്കൂ. ഈ ടോയ്സ് മുഴുവനും ഞാൻ എന്റെ ടിവിക്കൊപ്പം ഫ്രീ ആയിട്ട് വിൽക്കും. കസ്റ്റമേഴ്സും വർദ്ധിക്കും. നന്ദിയുണ്ട് ദയേ. അച്ഛാ, അത് കുന്തനാണ്. അവനെ എനിക്ക് തരൂ. ഞാൻ തരില്ല മോനെ. ഇവനെ ഞാൻ എന്റെ കടയിലേക്ക് കൊണ്ടുപോവാ. ഒന്ന് നിക്കച്ചാ. അയ്യോ, അച്ഛാ നിക്കേ, ഒന്ന് നിക്കവിടെ.
കോണ് കുറവാണല്ലോ. ആ, കുറച്ചുകൂടെ ചേർക്കാം. കുറച്ച് മുളകും കുറവാ, അതും ചേർത്ത് നോക്കാം. ആ. ഇല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ പർവ്വതമുകളിലും സമുദ്രത്തിനടിയിലും കൊട്ടാരത്തിനകത്തും ചെറിയ കുടിലിനകത്തും ഒന്നും അന്വേഷിച്ചില്ല. ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. എടാ, ഇവര് നമ്മുടെ ടീച്ചറാ കഴിഞ്ഞത് മഹാഭാഗ്യം. അല്ലെങ്കിൽ എല്ലാ സിലബസും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പറയും ഇതൊന്നും എക്സാമിന് വരില്ല എന്ന്. ഇതാ പിടിച്ചോളൂ കുന്തൻ. ഹലോ, എന്റെ കുന്തന് ഈ യന്ത്ര ഊഞ്ഞാലിൽ ആടാൻ ആഗ്രഹമുണ്ട്. എനിക്കാണെങ്കിൽ ഊഞ്ഞാൽ കണ്ടാ തലകറങ്ങും. പ്ലീസ്, നിങ്ങൾ ഇവനെയും കൂടി ഒന്ന് കൂടെ കൂട്ടുവോ? ഓക്കേ മാഡം. ഇങ്ങനെ ദിവസവും ഇവിടെ വന്ന് കുന്തനെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയല്ലേ? പിന്നെ എനിക്ക് സമാധാനത്തോടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. എന്നാലും കുന്തൻ നമ്മുടെ കാര്യത്തിൽ ലക്കായിരുന്നു. യന്ത്ര ഊഞ്ഞാലിൽ കയറാൻ നമ്മുടെ പാരന്റ്സ് നമ്മളെ വിടില്ലായിരുന്നു. കുന്തൻ ഉണ്ടായിരുന്നോണ്ടാ നമുക്ക് അതിൽ കയറാൻ കഴിഞ്ഞു. നിങ്ങൾക്കേവർക്കും സുപരിചിതരായ ബബ്ബൻ നാരിവാലയാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ സ്പോൺസർ. നിങ്ങളുടെ അന്തസ് ഞങ്ങൾ കാക്കും. ചപ്പാത്ത് ചപ്പൽ കുറച്ചു നടന്നാൽ ഒത്തിരി കാലം നിലനിൽക്കും. നിങ്ങൾക്കേവർക്കും ഗോകുൽധാം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ഗോകുൽധാം സൊസൈറ്റിയുടെ കണ്ണിലുണ്ണുകളായ താരദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസസ് നമ്പൂതിരി. നമ്പൂതിരിയുടെ പ്രച്ഛന്ന വേഷം ഒരു ആംഗലേയ പോലീസുകാരനായിട്ടാണ്. മിസ്റ്റർ ബോബി. മിസസ് ബബിത ആഗതയായിരിക്കുന്നത് മദാമയായ ഒക്കോബാങ്കയായിട്ടാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഗോകുൽധാം സൊസൈറ്റിയുടെ കുട്ടിക്കുറുമ്പന്മാരായ നോട്ടി ചിൽഡ്രൻ ഗോലി, ഗോഗി, പിന്നെ പിങ്കു. ഭാഗ്യത്തിന് നീ എന്റെ ഷട്ടിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. അല്ലെങ്കിലേ ശരിക്കുള്ള പാമ്പാണെന്ന് കരുതി എല്ലാരും ഓടിപ്പോയേനെ. ഇതൊക്കെ വെറും കള്ളത്തരമാണെന്നേ. സർപ്പമായിട്ട് ഞാൻ വേഷം ഇട്ടിരുന്നെങ്കിൽ എല്ലാരും എനിക്ക് പാൽ കൊണ്ട് തന്നെ. നീ എന്ത് വേഷം ഇട്ടിരിക്കുന്നേ? അതെന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എല്ലാവരും വിവരം അറിയും. ചേടാ, മുട്ട പൊട്ടി പുൾസയായി പോയോ? അടുത്തതായി വരുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട പോപ്പറ്റ് ലാൽ. പോപ്പറ്റൊരു മയിലായി മാറിയിരിക്കുകയാണ്. എന്റെ പോപ്പറ്റെ, നീ എന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോകരുത്. മഴക്കാരല്ലോ, നീ ഇങ്ങനെ മയിലിനെ പോലെ ഡാൻസ് കളിക്കാൻ. എന്നെ കണ്ടിട്ട് ശരിക്കുള്ള കള്ളനാണെന്ന് തോന്നുന്നില്ലേ? ഇന്നത്തെ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും. എന്താ? അതെന്നെ, അകത്തൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അത് ആര്? സുന്ദരനോ? അല്ലെന്നേ, അപ്പുറത്തെ ഇപ്പുറത്തും ചെവി ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ അതിനെന്താ കൊരങ്ങനെയും കൊണ്ടാണ് പോകുന്നത്? കൊരങ്ങനല്ല, മഞ്ഞ നിറത്തിലുണ്ടാവില്ലേ? പിന്നെ കറുത്ത നിറത്തിലും ഉണ്ടാവും. മഞ്ഞളും കുരുമുളകും ആണോ? അമ്മയെ ദയവ് ചെയ്ത് ഇവിടെ പലചരക്ക് കട തുടങ്ങല്ലേ. അമ്മ ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയല്ലേ. സമ്മാനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെ. എന്ത് ശ്രദ്ധയാണോ അമ്മേ? സമ്മാനം
ട്രോഫി. ടീറ്റോ സാറേ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്പെഷ്യൽ ചായ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹൈ അലർട്ട്, ഹൈ അലർട്ട്. നമ്മളിപ്പോൾ സംവദിക്കുന്നത് ജയിലിലെ കമ്മീഷണറോടൊപ്പമാണ്. അതെ, ഇന്റർനാഷണൽ ക്രിമിനൽ ചീക്ക പീക്ക റീക്ക ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ശബ്ദത്തോടൊപ്പം ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ താഴേക്ക് വീഴും. ശ്രദ്ധിച്ചു നോക്കൂ ആ 3 പേരുടെയും ഫോട്ടോസ്. ഇവരെ കണ്ടെത്തിയാൽ ഉടൻ വിവരം പോലീസിൽ അറിയിക്കുക. ഇനി നമ്മളെ ആർക്കും പിടിക്കാനാവില്ല. അവര് ദേ പോകുന്നു. ജീപ്പ് തിരിച്ചുവിട്. അവന്മാര് ദേ പോകുന്നു. ഈ ശബ്ദത്തോടൊപ്പം വണ്ടി ഒന്ന് നിർത്ത്. ഈ ശബ്ദത്തോടൊപ്പമാണ് ഞാൻ നിലവിളിക്കുക. എടോ ഒന്ന് തിരിഞ്ഞു നിൽക്കടോ. വേണ്ട 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 വേണ്ട. നിങ്ങൾ 3 പേരെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. തപ്പു വിചാരിച്ചാൽ എന്തും നടക്കും. ടപ്പു നമ്മളെ പിടിക്കുന്നതിന് മുമ്പേ വിട്ടു പോയിക്കോ. വേഗം പിടിക്ക് ടപ്പു, വേഗം പിടിക്ക്. ഒരു കൊച്ചു പോലീസ് വലിയ വലിയ കള്ളന്മാരുടെ പുറകെ ഓടുന്നത് കണ്ടോ? എന്നെ കളിപ്പിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് മക്കളെ മുങ്ങിയേ? ശബ്ദത്തോടുകൂടി നിങ്ങളെ എല്ലാം പൊക്കെ ഞാൻ ജയിലിലിടും. ടിക്ടോക്ക് ടിക്ടോക്ക് ശബ്ദം വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാരും എന്റെ പുറകെ വന്നോണം. ഇന്റർനാഷണൽ ക്രിമിനൽസ് ചിക്ക പിക്ക റിക്ക. താ പോടൂല്ലേ, ഞങ്ങള് ചേട്ടാ ജയ ചമ്പക്കാണ്. ഓക്കേ, കുറ്റവാളികളുടെ വിളിപ്പേരും ഞാനിതാ എഴുതുകയാണ്. എന്റെ ഒപ്പം വന്നോളൂ. സർ, അവര് ശരിക്കുള്ള കള്ളന്മാരല്ല. ഇപ്പൊ പുതിയതായിട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുകയല്ലേ? എനിക്ക് എന്റെ ജോലിയിൽ ഇപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈശ്വരൻ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനിങ്ങനെ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഐഡിയ, പോലീസിന് മുമ്പത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോ കാണിച്ചേക്കാം. ഇതാരുടെ ശബ്ദമാ? നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? നമുക്ക് പോലീസിന്റെ വേഷം ദാ കിടക്കുന്നു, നമുക്കിടാനുള്ള യൂണിഫോം. അച്ഛാ, എന്താടാ ചേട്ടാ? ഒരു കാര്യമുണ്ട്.
ചേട്ടാ ഡിഞ്ചക്ക് ഡിഞ്ചക്ക് എന്ന് ഡാൻസ് കളിച്ചോണ്ട് എന്നെ കെട്ടിയിട്ട് കളഞ്ഞല്ലോ. ആഹാ, അവരെ ഞാൻ പിടികൂടാതെ വിടുന്ന പ്രശ്നമില്ല. ഇങ്ങനൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എല്ലാരും അങ്ങ് പറന്നുപോയി. ബ്രും ബ്രും എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യടോ. കോൺസ്റ്റബിളുകളെ ഒന്ന് വണ്ടിയിൽ കയറിയിരിക്കാം. ഓക്കെ സാർ. സാർ അവര് ഒറിജിനൽ പോലീസ് അല്ല. നിനക്ക് എന്തിന്റെ കേടാ? ചിലപ്പോ കള്ളൻ ഒറിജിനൽ അല്ലെന്ന് പറയും, ചിലപ്പോ പോലീസും ഒറിജിനൽ അല്ലെന്ന് പറയും. അല്ല നീയും ഒറിജിനൽ ആണല്ലോ അല്ലേ? സാർ ഞാനും ഒറിജിനൽ അല്ല. വണ്ടി എടുക്കണോ? ടപ്പുസേന പോലീസുകാർ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും ക്രിമിനൽസ് ആണെന്ന് കരുതി പിടിക്കാൻ നടക്കുവാ. ശരിക്കുള്ള ക്രിമിനൽസ് പുറത്ത് സുഖമായി നടക്കുവാ. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എന്നോട് ഒരല്പം ദയ കാണിക്ക്. ദേവോളെ അവരിങ്ങ് അടുത്തെത്താറായല്ലോടി. എടാ ചേട്ടാ, നീ വല്ല കുതന്ത്രങ്ങളും ഒന്ന് ആലോചിക്കടാ. അത് പിന്നെ അച്ഛാ, ചേട്ടാ കുട്ടികൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. ഓടിക്കോടാ. എന്റെ ദേവോളെ ഞാനങ്ങ് തളർന്നു വയ്യാണ്ടായി കേട്ടോ. അച്ഛാ ദേ അങ്ങോട്ട് നോക്കിയ ഒരു വണ്ടി. വണ്ടി എടുത്തോ. അല്ലല്ലേ 1 2 3. ഇതെന്ത് പറ്റി? വണ്ടി എന്താ റിവേഴ്സിലാണല്ലോ പോകുന്നത്? വണ്ടിയുടെ റിപ്പയർ ഇനിയും കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാ ഗിയർ റിവേഴ്സ് ഗിയറിലേ പോകുള്ളൂ. എടാ തലതിരിഞ്ഞോണ്ടായ സന്തതി, നീ വണ്ടിയും തലതിരിഞ്ഞാണോ ഓടിക്കുന്നത്? ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല, വണ്ടി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എടാ ചേട്ടാ, വണ്ടി ഇടത്തോട്ട് തിരിച്ചു പോ. ഇടത്തോട്ട് വെട്ടിക്കടാ. ചേട്ടാ വൂം വൂം എന്ന ശബ്ദത്തോടെ ഇവർ നമ്മുടെ പുറകെ വരികയാണല്ലോ. എടോ കട്ട് എന്ന് പറഞ്ഞ് വണ്ടി റിവേഴ്സ് എടുക്ക്, പെട്ടെന്ന് റിവേഴ്സ് എടുക്കണോ. പെട്ടെന്നാവട്ടെ. പുറകോട്ട് വിട്ടോ. അത് ശരി, ഇവര് വണ്ടിയാണോ അതോ വിമാനമാണോ ഓടിക്കുന്നേ? അവന്മാരെ കണ്ടിട്ട് നമ്മളെക്കാളും വലിയ ക്രിമിനൽസ് ആണെന്നാ തോന്നുന്നത്.
അല്ല ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ റിവേഴ്സിൽ പോകുന്നേ? പെട്ടെന്ന് സൈഡ് മാറ്. ഇവരെന്തിനാ റിവേഴ്സിൽ ചേസ് ചെയ്യുന്നേ? ടപ്പു വരും, നമുക്ക് ചെന്ന് നോക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്കൊരു കസ്റ്റമറിനെ കിട്ടിയിരിക്കുന്നത്. വണ്ടി എടുത്തവരുടെ പുറകെ വിടറോ. നിനക്കിനി എന്നിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. എടാ എടാ ചേട്ടാ, നീ ഒന്ന് സൂക്ഷിച്ചു വണ്ടി ഓടിക്കന്റെ പൊന്നു ചേട്ടാ. എടാ ടപ്പു, അയ്യോ, നിന്റെ കണ്ണെന്താടാ പച്ച കളറിലിരിക്കുന്നേ? പുറകെ വിട്ടോ. ചേട്ടാ നീ വണ്ടി തിരിച്ചു വിടറാ. എടാ ടപ്പു, നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? എടാ ഗോലി ആ ട്യൂബ് ഒന്നിങ്ങ എടുത്ത്. ഗോലി അങ്ങനെയല്ല, എടുത്തോട്ട് തിരിക്ക്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ഗോലി ഇനി നീ ആ ടാപ്പ് അടച്ചോ. എനിക്കിത് അടയ്ക്കാൻ പറ്റുന്നില്ല ടപ്പു. സാർ ഇത് കണ്ടില്ലേ? ചീറ്റ ഇവരെ എല്ലാം പിടിച്ചു. ചീക്ക പീക്ക റീക്ക എല്ലാം എണ്ണമുണ്ട്. ഒന്ന് നിക്ക്, അവരല്ല ഇവന്മാരാണ് റീക്ക പീക്ക ചീക്ക. അവരുടെ ഫോട്ടോ കണ്ടോ? പക്ഷേ ഇവരുടെ കാല് മേലിലും തല താഴെയുമാണല്ലോ സർ. എന്ത്? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കുറെ നാളുകളായിട്ട് തിരയുന്ന ക്രിമിനൽസ് പോലീസുകാരുടെ വേഷം ഇട്ട് ഞങ്ങളുടെ വണ്ടിയിൽ അരമണിക്കൂറായിട്ട് ഇരുന്ന് സുഖിക്കായിരുന്നില്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. കാഷ് പുഷ് എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വിലങ്ങ് വെച്ച് കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. പിന്നെ ഫട്ടബിൾ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭിത്തിക്ക് ചേർത്ത് ഇടിച്ച് ചാമന്തി ആക്കിയില്ലെങ്കിൽ എന്റെ പേര് ചീറ്റ നല്ലെന്ന് വെച്ചോ. വളരെ നന്ദിയുണ്ട് കുട്ടികളെ, നിങ്ങളുടെ വെള്ളം കാരണമാണ് ഇവരെ ഞങ്ങൾ പിടിച്ചത്. നന്ദി. പിന്നെ നിങ്ങളോടെല്ലാവരോടും സോറി. ചേട്ടാ, തടവുകാരുടെ വേഷം വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ.